السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه. പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീകളം അബ്ദുള്ള സാഹിബ് അവർകളെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമാദരണീയരായ നേതൃശ്രേണിയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഉലമാക്കളെ, സാദാത്യങ്ങളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സംസ്ഥ കേരള സുന്നി യുവജന സംഘത്തിന്റെ 60ാം വാർഷിക മഹാസമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, ഇവിടെ ചരിത്ര പ്രസിദ്ധമായ കാസർകോട്ട് പൈതൃകത്തിന്റെ 15ാം നൂറ്റാണ്ട് എന്നുള്ള വലിയ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന സമ്മേളനത്തിന്റെ ഔപചാരികമായ തുടക്കമാണല്ലോ ഇവിടെ കുറിക്കപ്പെടുന്നത്. സർവശക്തനായ റബ്ബ് നമ്മുടെ ഈ കൂടിച്ചേരലിനെയും ഇവിടുത്തെ എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചതുപോലെ കേരളീയ മുസ്ലിം സമൂഹത്തിന് ധാർമ്മികതയുടെ പൈതൃകം പരിചയപ്പെടുത്തിയ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹും സംഘവും, അതിന് നേതൃത്വം കൊടുത്ത മാലിക് ദിനാർ അവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹനീയമായ പവിത്രമായ ഒരു പ്രദേശത്താണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത്. ഇന്ന് ജുമാ നമസ്കാരത്തിൽ ആ പവിത്രമായ പള്ളിയിൽ പങ്കെടുത്തവരാണ് ഇവിടെ ബഹുഭൂരിഭാഗം ആളുകൾ. അവിടെ ആ കടൽക്കാറ്റേറ്റ് നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ചു പോകുമ്പോൾ എത്രയോ കാതങ്ങൾക്ക് ദൂരെ നിന്ന് തിരമാലകളെ വെല്ലുവിളിച്ചുകൊണ്ട് വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർകൾ ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടായിരിക്കണം ആ ദൗത്യസംഘം ഇങ്ങോട്ട് വന്നത് എന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. നാടും വീടും കുടുംബവും ഒക്കെ ദൂരെ ആക്കിക്കൊണ്ട് വിശുദ്ധമായൊരു ദൗത്യത്തിന് വേണ്ടി അവര് കടന്നു വന്നു. ആ പ്രയാസങ്ങളെ അവര് ഇബാദത്തായി കണ്ടുകൊണ്ടാണ് ഇന്ത്യയിലേക്കുള്ള വിശുദ്ധ ദൗത്യം കേരളീയ മണ്ണിലൂടെ നിറവേറ്റുവാൻ അവർ തയ്യാറായത്. ആ ദൗത്യം ഏറ്റെടുക്കുവാനുള്ള അല്ലാഹുവിന്റെ വിധി ഈ മണ്ണിന് നേരത്തെ തന്നെ ആ ഖളാ ഉണ്ടായതുകൊണ്ടാകണം കേരളത്തിന് ഈ പേര് തന്നെ വരാൻ കാരണം. ഖൈറുള്ള എന്ന് അപരനാമത്തിൽ അറിയപ്പെട്ട ഒരു പ്രദേശം, അത് ഇന്ത്യക്ക് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ധാർമ്മികതയുടെയും വാതിൽ തുറന്നു കൊടുക്കുകയായിരുന്നു അന്ന് കേരള തീരങ്ങൾ. അതിന്നും ഇവിടെ നിലനിൽക്കുകയാണ്. അവര് ഏതൊരു വിശുദ്ധിയോടെയാണോ ഇസ്ലാമിന്റെ സന്ദേശത്തെ കേരളത്തിന് സമർപ്പിച്ചത്, ഇന്ത്യക്ക് സമർപ്പിച്ചത്, അത് ഈ പടിപ്പുരവാതിലിൽ അത് നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണ്. ഇന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വന്ന പടിപ്പുരവാതിൽ അത് കേരളമാണ്. ആ കേരളത്തിൽ മഹാന്മാരായവർ നമുക്ക് സമർപ്പിച്ച തിരുസംസ്കാരത്തിന് ഒരുവിധ കോട്ടവും തട്ടാതെ 15 നൂറ്റാണ്ടുകൾ നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പുണ്യം അവകാശപ്പെടുന്ന ഒരു സംഘടനയുടെ ദൗത്യം, ഒരു സംഘടനയുടെ സംഗമമാണ് നമ്മളിവിടെ ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്.
സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിശുദ്ധരായ പണ്ഡിത വര്യന്മാരാൽ സ്ഥാപിതമായ ആ സംഘടന, അത് ഇസ്ലാമിനെ തന്മയത്വത്തോടെ നിലനിർത്തുവാനുള്ള, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രതിജ്ഞാബദ്ധമായ നിലപാടുകളും പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷേ ലോകത്തെ സമ്പന്നമായ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത വിധത്തിൽ സംഘടിതമായി ഇസ്ലാമിന്റെ മൂല്യങ്ങളെ എങ്ങനെ കാത്തുസൂക്ഷിക്കുവാൻ സാധിക്കും എന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ ലക്ഷ്യം എന്നുള്ളത് മുസ്ലിം ഹൃദയങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ തത്വങ്ങളും പ്രമാണങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നുവല്ലോ. നമുക്കറിയാം, ചിന്തിക്കുന്ന ആർക്കും വ്യക്തമായ ഒരു വസ്തുത എന്നുള്ളത്, വിശ്വാസങ്ങൾ അത് തത്വങ്ങളിലും പ്രമാണങ്ങളിലും മാത്രം ഒതുക്കിയാൽ പോരാ, ആചാരങ്ങളിലും നമ്മുടെ വിശ്വാസങ്ങൾ പ്രകടിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോഴേ വിശ്വാസങ്ങൾക്ക് സ്ഥിരപ്രതിഷ്ഠ നേടാൻ കഴിയുകയുള്ളൂ എന്ന തത്വം. കേരളത്തിൽ ഇസ്ലാം ഇന്നും തന്മയത്വത്തോടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആചാരങ്ങളിലൂടെ ഇസ്ലാമിന്റെ നന്മയും ഇസ്ലാമിന്റെ ആ പഴമയും ഇവിടെ നമ്മൾ കാത്തു സൂക്ഷിച്ചു പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ആചാരങ്ങളെ അനാചാരങ്ങളായി ചിത്രീകരിച്ച് തത്വങ്ങളെയും പ്രമാണങ്ങളെയും അറബിക്കടലിലേക്ക് എറിയുവാൻ കേരളത്തിലെ മുസ്ലിം ഹൃദയങ്ങൾ ഇന്നേ വരെ തയ്യാറായിട്ടില്ല. നമ്മുടെ പൈതൃകം അതാണ്. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു തന്ന ആ തിരുസന്ദേശങ്ങൾ, അതിനെ വള്ളി പുള്ളി തെറ്റാതെ അതിനെ നിലനിർത്തുക എന്നുള്ളത്. അതിനെതിരെയുള്ള ശബ്ദങ്ങളും നീക്കങ്ങളും പലരുടെയും സഹായങ്ങളാൽ, അതിന് പാശ്ചാത്യ സാമ്രാജ്യ ശക്തികളും അന്ന് അതിന് തയ്യാറായിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് പൈതൃകങ്ങളെ പിഴുതെറിയുവാൻ പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികൾ കഴിയുന്ന വിധത്തിലൊക്കെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ ആ സ്വാധീനത്തെപ്പെട്ടുകൊണ്ട് തന്നെയാണ് ലോകത്ത് പലയിടത്തും ഇസ്ലാമിക സംസ്കാരത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നത്. എന്നാൽ കേരളീയ സമൂഹത്തിൽ അതിനെതിരെ ചെറുത്തു നിൽക്കുവാനുള്ള സംഘടിതവും സുശക്തവും വ്യവസ്ഥാപിതവുമായ മുന്നേറ്റം ഉണ്ടായി എന്നുള്ളതിൽ നമുക്കൊക്കെ തന്നെ അഭിമാനിക്കാം. ആ വ്യവസ്ഥാപിതമായ മുന്നേറ്റം അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 8 പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് രൂപീകൃതമായ, അന്ന് ഈ സമൂഹത്തിന് സമർപ്പിക്കപ്പെട്ട ആ ഒരു മുന്നേറ്റം ഇന്നും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മഹല്ലത്തുകളിലൂടെ അവിടെ ഇസ്ലാമികമായ ചൈതന്യം കാത്തു സൂക്ഷിക്കുവാനുള്ള പ്രതിജ്ഞകളാണ് ഇതേപോലെയുള്ള ഓരോ സംഗമങ്ങളിലും പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയാണ് നമ്മുടെ പൈതൃകത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കുവാൻ തയ്യാറായത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ആ വിധത്തിൽ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക സംസ്കാരത്തെ കാത്തുസൂക്ഷിക്കുവാൻ തയ്യാറായത്. ലോകത്ത് പലയിടത്തും വിദ്യാഭ്യാസം, മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ മതവിദ്യാഭ്യാസം അത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗം മാത്രമായി തുടർന്നപ്പോൾ, ഇന്ത്യയിലെ ബഹുസ്വരത നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യത്തും ഏറെ പണിപ്പെട്ടിട്ടും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായിട്ടും ഇസ്ലാമിക വിദ്യാഭ്യാസ ശാഖയെ നിലനിർത്തേണ്ടതും അതിനെ പരിപോഷിപ്പിക്കേണ്ടതും അത് വ്യക്തിപരമായ ചുമതലയായി ഓരോ വിശ്വാസിയെയും ബോധ്യപ്പെടുത്തുവാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ വിജയം. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ വിജയം അതാണ്. മതബോധമുള്ള ഒരു സമൂഹമായി കേരളത്തിലെ മുസ്ലിം സമൂഹം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം ഇസ്ലാമിക വിദ്യാഭ്യാസപരമായി നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട മദ്രസ പ്രസ്ഥാനം തുല്യതയില്ലാത്തൊരു പ്രസ്ഥാനമാണല്ലോ. മതവിദ്യാഭ്യാസ രംഗത്ത്
ലോകത്തെ ഏത് മിഷനറിക്കും മാതൃകയാക്കാവുന്ന വിദ്യാഭ്യാസ പ്രവർത്തനമാണ് മദ്രസ പ്രസ്ഥാനത്തിലൂടെ നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതാരാണ് നിറവേറ്റുന്നത്? ഓരോ മുസ്ലിം പൗരരും തന്നെയാണ് അത് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ ചുമതലാബോധം അത് തലമുറകളായി നമുക്ക് കൈമാറുവാൻ സാധിച്ചിരിക്കുന്നു. മദ്രസകളും പള്ളികളും ഇവയൊന്നും ഈ തലമുറയിൽപ്പെട്ട നമ്മളല്ല അതുണ്ടാക്കുവാനുള്ള മാതൃക കാണിച്ചത്. നമ്മുടെയും മുൻപ് ജീവിച്ച് കാലയവനിക്കുള്ളിൽ മറഞ്ഞുപോയ പരശതം നമ്മുടെ പിതാമഹന്മാരും അവരാണ് പള്ളികളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും കെട്ടിപ്പടുക്കുവാനുള്ള മാതൃക നമുക്ക് കാണിച്ചു തന്നത്. ഇന്ന് അവര് വെട്ടിത്തന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ മതി. അതേ അവസരത്തിൽ ഈ ഒരു സൗഭാഗ്യം ലഭിക്കാത്ത എത്രയോ ജനതകൾ ലോകത്തുണ്ട്, നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്. ഇപ്പൊ ബംഗാളിലും ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നും ഒക്കെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സഹോദരങ്ങളിൽ ഒരുപാട് മുസ്ലിങ്ങളുമുണ്ട്. അവരിവിടുത്തെ പള്ളികൾ, മദ്രസകൾ, ദീനീ സ്ഥാപനങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങൾ, ഉലമാക്കളുടെ ഉത്ബോധന സദസ്സുകൾ ഇവയൊക്കെ കണ്ട് അന്തം വിട്ടുപോവുകയാണ്. ഈ നന്മകൾ അവരുടെ പ്രദേശങ്ങളിൽ ഇല്ലല്ലോ എന്നവർ നിരാശപ്പെട്ടു പോകുന്നു. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് പൈതൃകമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. കേരളീയ സമൂഹത്തിൽ 15 നൂറ്റാണ്ടായി നമ്മൾ കാത്തു സൂക്ഷിച്ചു പോരുന്ന ആ ഒരു പൈതൃകം അത് കാത്തു സൂക്ഷിക്കപ്പെടുവാൻ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കാതെ പോയതുകൊണ്ടാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള അക്ഷരജ്ഞാനം പോലും അറിയാത്തവരായി അവർക്ക് ജീവിക്കേണ്ടി വരുന്നത്. അവിടെയാണ് നമ്മൾ സമ്പൂർണ്ണ സാക്ഷരതയിലൂടെ ഇസ്ലാമിക സംസ്കാരത്തെ പഠിപ്പിച്ചു എന്നുള്ളത്. സാക്ഷരത അതൊരു വെളിച്ചമാണല്ലോ. പക്ഷേ അതൊരു സംസ്കാരത്തിന്റെ വെളിച്ചമായത് മുസ്ലിങ്ങളിൽ മാത്രമാണ് എന്ന് പറയുന്നത് അതിശയോക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരതയാണ് ഇവിടെ ജമിയത്തുൽ ഉലമ നടപ്പാക്കിയത്. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിലൂടെ അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഭാഷ സാക്ഷരതയ്ക്ക് ഭാഷ പ്രത്യേകതയല്ലല്ലോ. അക്ഷരത്തിന് ഭാഷ ഒരു പ്രത്യേകതയല്ല. അക്ഷരജ്ഞാനം അതേത് ഭാഷയായാലും അതില് പൈതൃകമുണ്ട്, അതിൽ സന്ദേശമുണ്ട്, അതിൽ ഭാവിയുണ്ട്. കേരളത്തിൽ അതുണ്ടായി. ഇവിടെ സ്വന്തമായ അക്ഷരങ്ങൾ പോലും രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിക സംസ്കാരത്തെ നെഞ്ചിലേറ്റുവാൻ അതിന് അനുസൃതമായ അക്ഷരങ്ങൾ സൃഷ്ടിക്കുകയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ചെയ്തത്. അതിനവർക്ക് ഖുർആൻ കൊണ്ട് ഏറ്റവും പരിചിതമായ ഒരു ഭാഷയുടെ അക്ഷരങ്ങളെ തന്നെ അവർ കടമെടുത്തു എന്ന് മാത്രം. അങ്ങനെയാണ് അറബി മലയാളം രൂപപ്പെടുന്നത്. ആ അറബി മലയാളത്തിലൂടെയെങ്കിലും സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചുകൊണ്ട് ഇസ്ലാമിക സംസ്കാരത്തെ നെഞ്ചേറ്റുവാനാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഇവിടെ സ്വന്തമായ അക്ഷരങ്ങളുണ്ടായി. ഇപ്പോൾ ഭാഷകളുടെ വേലിയേറ്റം തന്നെ ഉണ്ടായി. ആ ഭാഷകളിലൂടെയെല്ലാം സംസ്കാരത്തിന്റെ വലിയ ലോകത്തേക്കാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തെ ഏത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലും കേരളത്തിലെ മുസ്ലിങ്ങളുടെ പ്രതിനിധികളെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ കുട്ടികൾ പഠിച്ച് ലോകത്തെവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ അവയിലൊക്കെ തന്നെ ഉന്നത പഠനത്തിന് അവർ പോയിക്കൊണ്ടിരിക്കുന്നു. IT വിപ്ലവം നടന്നു കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ ആ മേഖലയിലും ഇവിടെ നമ്മുടെ കുട്ടികൾ ഉന്നത സാങ്കേതിക വിജ്ഞാനം നേടിക്കൊണ്ടിരിക്കുന്നു. അവയൊക്കെ തന്നെ ഇസ്ലാമിക പ്രചാരണത്തിന് വേണ്ടി, പ്രബോധനത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പ്രയോഗിക്കുവാനുള്ള ആത്മജ്ഞാനം അതവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആ ആത്മജ്ഞാനം അവർക്ക് നൽകിയത് സ്കൂളുകളല്ല, കോളേജുകളല്ല, സർവകലാശാലകളല്ല, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന മദ്രസകളാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആത്മജ്ഞാനത്തിന്റെ വലിയ കവാടങ്ങൾ അവർക്ക് തുറന്നു കൊടുത്തിട്ടുള്ളത്. ആ ആത്മജ്ഞാനത്തിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് കേരളീയ മുസ്ലിം സമൂഹം സാംസ്കാരിക ഗോപുരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്.
അതിന് നമുക്ക് നേതൃത്വം തന്ന മഹാപ്രസ്ഥാനമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിന്റെ ഊന്നുവടികൾ എന്ന് മഹാനായ ശംസുൽ ഉലമ അവർകൾ വിശേഷിപ്പിച്ച ഒരു പ്രസ്ഥാനം, അതാണ് സുന്നി യുവജന സംഘം. സമസ്തയുടെ എല്ലാ ആദർശങ്ങളെയും ആശയങ്ങളെയും സമൂഹത്തിന്റെ മുമ്പിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിശദീകരിച്ചു കൊടുത്തുകൊണ്ടും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടും പ്രവർത്തിക്കുന്ന ഈ മഹാപ്രസ്ഥാനം 6 പതിറ്റാണ്ടിന്റെ ആ യൗവനത്തിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ വയസ്സൊരു പ്രശ്നമല്ല. 6 പതിറ്റാണ്ടിന്റെ യൗവനത്തിൽ തന്നെയാണ് സുന്നി യുവജന സംഘം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കാലഘട്ടങ്ങൾ നമുക്ക് കീഴടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തളർച്ചയേശാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അതിനുള്ള ഒരു കർമ്മ പദ്ധതികൾ തന്നെ ഇവിടെ ഈ സമ്മേളനത്തോടെ ആവിഷ്കരിക്കപ്പെടാൻ പോവുകയാണല്ലോ. ആ പദ്ധതികൾ ഓരോന്നും ഏറ്റെടുത്തുകൊണ്ട് അത് നടപ്പാക്കാനുള്ള പ്രതിജ്ഞകൾ എടുത്തുകൊണ്ട് വേണം നമുക്ക് പിരിഞ്ഞു പോകുവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ഈ മഹത്തായ നമ്മുടെ സംഗമത്തെ സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞ നമ്മുടെ മഹാനായ നമുക്കിടയിൽ നിന്ന് വിട പറഞ്ഞു പോയ CM ഉസ്താദ് അവർ, CM ചന്ദ്രിക്ക എന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹം എപ്പോഴും ഒരു സ്നേഹ സാന്നിധ്യമായിട്ടാണ് നമുക്ക് തോന്നിയിരുന്നത്. ഏത് വേദിക്കും അദ്ദേഹം ഒരു അലങ്കാരമായിട്ട് തന്നെ നിലനിന്നിരുന്നു. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകത്തെ വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ മരണത്തിലുള്ള ആ ദുരൂഹതകളെ അള്ളാഹു മറന്നീക്കി തരുമാറാകട്ടെ. അത് സത്യം അള്ളാഹു വെളിച്ചത്ത് കൊണ്ടുവരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വചനത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും.